5 അപ്പവും 2 മീനും അധികം ആരും കണ്ടില്ല. അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അവൻ വാഴ്ത്തി 5000 പേരെ ഭക്ഷിച്ച് തൃപ്തി വരുത്തിയതിന് ശേഷം 12 കുട്ട മിച്ചം എടുത്തപ്പോൾ മുഴുവൻ ആൾക്കാർ കണ്ടു. അത് ഒതുക്കി വയ്ക്കാൻ പറ്റാത്തവണ്ണം സ്ഥലം വേണമായിരുന്നു. അതുപോലെ ആരൊക്കെയോ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി, മക്കളുടെ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ നീ കരുതി വച്ചിരിക്കുന്നത് കുറച്ചാണ്, ചെറുതാണ്, അതിന് ഇടം കുറച്ചു മതി. പക്ഷെ നീ കർത്താവിൻ്റെ കൈകളിലേക്കോട്, അവൻ അതിനെ വാഴ്ത്തി നിന്റെ കരങ്ങളിലേക്ക് തരാൻ പോവുകയാണ്. നിന്റെ ആവശ്യത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ഭയങ്കര വർധനമുണ്ടാകാൻ പോവുകയാണ്. നിന്റെ തലമുറകളുടെ ആവശ്യത്തിന് വേണ്ടി നീ വച്ചിരിക്കുന്നത് ഏറ്റവും ഗ്ലോറിയസ് ആയിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരാൻ പോവുകയാണ്. അത് കാണേണ്ടവർ കാണും. നീ എന്തായി തീരുമെന്നും നിന്റെ തലമുറ എന്തായി തീരുമെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചവരുടെ മുമ്പിൽ അവർ ആശ്ചര്യത്തോടെ കാണത്തക്കവണ്ണം അതിനകത്ത് ഭയങ്കര വർധനമുണ്ടാകാൻ പോവുകയാണ്. ഭയങ്കര മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ഇത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു.